ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ജിസ് ആന്റണി. എല്ലാവരെയും പോലെ തന്നെ എനിക്കും വർഷത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള മാസമാണ് ഡിസംബർ. ശരിക്കും പറഞ്ഞാൽ ഡിസംബർ ആസ് സച്ച് വളരെ കോൾഡ് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഒരു മാസമാണ്. എങ്കിൽ പോലും ക്രിസ്മസിന്റെ ആഘോഷങ്ങളും പുതുവത്സരത്തിന്റെ പ്രതീക്ഷകളും ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ചില ആക്ടിവിറ്റീസുമാണ് ഈ ഒരു മാസത്തെ ഇത്ര കളർഫുൾ ആക്കി മാറ്റുന്നത്. ഈ ഹോളിഡേ സീസൺ മനോഹരമാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചില ടിപ്സും ആക്ടിവിറ്റീസും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പലതും നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നതാവും, ചിലതൊക്കെ പുതിയതാവും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഓൺ ടു ദ ടോപ്പിക്. പുറത്ത് നല്ല തണുപ്പൊക്കെ ആകുമ്പോൾ ബോഡി നാച്ചുറലി ക്രേവ്സ് ഫോർ എ വാം ഡ്രിങ്ക് ഇൻ ദ മോർണിംഗ്. നമ്മൾ സാധാരണ രാവിലെ കുടിക്കുന്ന ചായയോ കാപ്പിയോ ഒക്കെ തന്നെ മതി, പക്ഷേ ട്രൈ ടു മേക്ക് ഇറ്റ് എ ബിറ്റ് മോർ സ്പെഷ്യൽ. ബാംഗ്ലൂരിലെ ഈ തണുപ്പത്ത് എൻ്റെ ഇപ്പോഴത്തെ ഗോ ടു മോർണിംഗ് ഡ്രിങ്ക് എന്ന് പറയുന്നത് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു മസാല ടീ ആണ്. ഇതൊരു കപ്പങ്ങ് കുടിച്ചു കഴിയുമ്പോൾ എനിക്ക് നല്ലൊരു ഉണർവും ഉന്മേഷവും ഒക്കെ കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഗ്രീൻ ടീയോ കോഫിയോ ഹോട്ട് ചോക്ലേറ്റോ ഒക്കെ കുടിക്കാം. ഇതൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കുക. എന്ത് കുടിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ കുടിക്കുന്നു എന്നുള്ളതാണ് കാര്യം. റിലാക്സ്ഡ് ആയിട്ടൊന്നിരുന്ന് കുറച്ച് സമയം എടുത്ത് ഓരോ സിപ്പും ആസ്വദിച്ച് കുടിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇറ്റ് ഫീൽസ് ലൈക്ക് ഗെറ്റിംഗ് എ വാം ഹഗ് ഫ്രം ദ ഇൻസൈഡ്. വെറുതെ ഒരു സ്റ്റാർ ഇട്ട് 2 സ്ട്രിംഗ് ലൈറ്റ്സ് വലിച്ചിട്ടാൽ തന്നെ യു വിൽ ഗെറ്റ് ദാറ്റ് ക്രിസ്മസ് വൈബ് അറ്റ് ഹോം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഗ്രാൻഡ് ആയിട്ട് വീടിന്റെ ഓരോ മുക്കുമൂല അലങ്കരിക്കുകയും ചെയ്യാം. ക്രിസ്മസ് ഡെക്കറേഷൻസിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം, എത്രത്തോളം ചെയ്യണം എന്നൊന്നും പറയുന്ന റൂൾ ബുക്ക് ഒന്നുമില്ല. നമുക്ക് പേഴ്സണലി ക്രിസ്മസിന്റെ ആ ഒരു മാജിക്കും ഫെസ്റ്റിവിറ്റിയും ഒക്കെ ഫീൽ ആവുന്ന രീതിയിൽ അങ്ങ് ഡെക്കറേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് സെയിം ഡെക്കറേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. എല്ലാ വർഷവും ഇതിലേക്ക് ഒരു 2-3 ഐറ്റംസും കൂടെ പുതിയതായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ വർഷം ഞാൻ ക്രിസ്മസിന്റെ വീട് ഡെക്കറേറ്റ് ചെയ്തത് പല ഷോർട്സ് ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഡു ചെക്ക് ദം ഔട്ട്. പണ്ടൊക്കെ കേരളത്തിൽ വർഷത്തിൽ എല്ലാ സമയത്തും ഏകദേശം ഒരേ ടെമ്പറേച്ചർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ചൂടുള്ളപ്പോൾ ഭയങ്കര ചൂടും തണുപ്പുള്ളപ്പോൾ ഭയങ്കര തണുപ്പും ഒക്കെ നമുക്ക് നാട്ടിലും അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നാട്ടിലെ തണുപ്പിന് വലിയ കട്ടിയുള്ള ജാക്കറ്റും സ്വെറ്ററും ഒന്നും ആവശ്യം ഉണ്ടാവില്ല. എങ്കിൽ പോലും നമ്മുടെ ബോഡിനെ വാമാക്കി വെക്കുന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യുക. നമ്മൾ സാധാരണ ഇടുന്ന ഡ്രസ്സിന്റെ മേളിലാണെങ്കിലും ഒരു ലൈറ്റ് ആയിട്ടുള്ള ജാക്കറ്റോ ഷോളോ ഒക്കെ ഇട്ട് ലെയർ ചെയ്യുക. നല്ല കട്ടിയുള്ള സോക്സ് ധരിക്കുക. വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിൽ പോലും ഒരു സോക്സ് ഇട്ട് നടന്നാൽ നമ്മുടെ ബോഡീനെ വാമാക്കി വെക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നമുക്ക് നല്ലൊരു കോസി ഫീലും കിട്ടും. തണുപ്പ് കാലത്ത് നമ്മുടെ ശരീരം ഡീഹൈഡ്രേറ്റഡ് ആവാനും സ്കിൻ ഡ്രൈ ആവാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് പ്രോപ്പർ സ്കിൻ കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും വെൽ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക. തണുപ്പ് സമയത്ത് നമുക്ക് ദാഹം കുറവായിരിക്കും, എങ്കിലും ഒരു റിക്വയർഡ് ക്വാണ്ടിറ്റി വെള്ളം ദിവസവും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ഒരു മോയ്സ്ചറൈസർ വാങ്ങി രാവിലെയും വൈകിട്ടും പുരട്ടുക. ലിപ് ബാം ഉപയോഗിക്കുക. സമയം പോലെ ഓയിൽ മസാജ് ചെയ്യുക. മോയ്സ്ചറൈസിങ് ഫേസ് പാക്സ് ഇടുക. ഇതൊക്കെ എക്സ്ട്രാ പണിയായിട്ട് കാണാതെ നമുക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനും സ്വയം പാമ്പർ ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങളായിട്ട് എടുക്കുക. പസിൽസ് നമ്മുടെ ഫോക്കസ് ഇംപ്രൂവ് ചെയ്യാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന മെന്റൽ എക്സസൈസസ് ആണ്. ഈ ബെനിഫിറ്റ്സ് ഒന്നും കൺസിഡർ ചെയ്തില്ലെങ്കിൽ പോലും അവധിക്കാലത്ത് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനും റിലാക്സ് ചെയ്യാനും നമ്മുടെ ആ ചൈൽഡ് ലൈക്ക് ജോയ് ഒന്ന് പുറത്ത് കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാം. ഒറ്റയ്ക്കും കൂട്ടായും ചെയ്യാവുന്ന പസിൽസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു പറ്റുന്നിടത്തോളം നമ്മുടെ ഫാമിലിയുടെ കൂടെയോ ഫ്രണ്ട്സിന്റെ കൂടെയോ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് ഇത് ചെയ്താൽ ഇറ്റ് വിൽ ബി മോർ എൻജോയബിൾ. Another cozy thing to do in December is to do a holiday craft. DIYകളൊക്കെ ചെയ്യുന്നവർക്ക് അറിയാം, ക്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള ബഹളങ്ങളിൽ നിന്നൊക്കെ ഒന്ന് അൺപ്ലഗ് ചെയ്ത് നമ്മളെ റിലാക്സ് ആക്കുന്ന ഒരു സംഗതിയാണ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഇതിനങ്ങനെ അതിഭയങ്കര സ്കില്ലൊന്നും ആവശ്യമില്ല. നല്ലൊരു ട്യൂട്ടോറിയൽ കണ്ടുപിടിച്ച് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്യേ വേണ്ടൂ. അപ്പോൾ ഈ ക്രിസ്മസിന് വീട് അലങ്കരിക്കാനായിട്ട് ഒരു സ്റ്റാറോ സ്നോഫ്ലേക്കോ ഗാർലൻഡോ എന്തെങ്കിലും ഒരു ഐറ്റം സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കൂ. ഐ എം ഷുവർ യു വിൽ എൻജോയ് ദ പ്രോസസ്. തണുപ്പ് കാലത്ത് വാം ഫുഡ് നമുക്കൊരു സെൻസ് ഓഫ് കംഫർട്ടും കോസിനെസ്സും ഒക്കെ തരും.
കംഫർട്ട് ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കഞ്ഞിയും പയറും ആവാം, അല്ലെങ്കിൽ കുറച്ച് എക്സോട്ടിക് ആയിട്ടുള്ള സൂപ്സോ ഗ്രില്ലോ ഒക്കെ ആവാം. എന്തായാലും ഇത് കഴിക്കുന്നത് മാത്രമല്ല, ഉണ്ടാക്കുന്നത് കൂടി എൻജോയ് ചെയ്യാം. നല്ലൊരു റെസിപ്പി നോക്കി പഠിച്ച് ഒരു ഫെസ്റ്റീവ് മ്യൂസിക് ഒക്കെ വെച്ച് ഫാമിലിയെ മൊത്തം ഇൻവോൾവ് ചെയ്ത് ആസ്വദിച്ച് കുക്ക് ചെയ്യാം. മേക്ക് ഇറ്റ് എ മെമ്മറബിൾ ഇവന്റ് ഇൻ യുവർ ലൈഫ്. ഈ അവധിക്കാലത്ത് വീട്ടിലുള്ള എല്ലാവരെയും ഒരേപോലെ എക്സൈറ്റഡ് ആക്കുന്ന ഒരു ആക്ടിവിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി മൂവി നൈറ്റ് ആയിരിക്കും ഏറ്റവും ഈസി ആയിട്ടുള്ള ഓപ്ഷൻ. നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്നത് പോലെ അടുക്കളയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടുന്ന് ഇവിടുന്ന് സിനിമ കാണുന്ന പരിപാടിയല്ല. നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് പോലെ, എന്നാൽ അതിനേക്കാളും കോസി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഫാമിലി മൂവി നൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് ഫ്രീ ആവുന്ന ടൈം സ്ലോട്ട് ഏതാണ്, എല്ലാവർക്കും കൂടി ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമ ഏതാണ്, സിനിമയ്ക്കിടയിലെ സ്നാക്സിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്, ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്യണം. എന്നിട്ട് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റും കൂടെ ചെയ്യണം. ഇങ്ങനെ കുറച്ച് എഫേർട്ട് ഇട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ വെറുതെ ഒരു സിനിമ കാണുന്നത് പോലും വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ഒരു സ്ഥിരം പാറ്റേൺ ഉണ്ടല്ലോ, വീട് വിട്ട ഓഫീസ്, ഓഫീസ് വിട്ട വീട്, ആ പാറ്റേൺ ഒന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് സമയം ഉണ്ടാക്കി പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുക. എസ്പെഷ്യലി ആ ഹോളിഡേ വൈബ്സ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പോവുക. എനിക്കിവിടെ ഐക്യ വളരെ അടുത്താണ്. അപ്പൊ ഞാൻ എല്ലാ ഡിസംബറിലും ഒരു ഐക്യ വിസിറ്റ് നടത്താറുണ്ട്. വലുതായിട്ടൊന്നും വാങ്ങിയില്ലെങ്കിൽ പോലും ഇവരെങ്ങനെയാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നൊക്കെ നോക്കി കുറച്ച് ഇൻസ്പിറേഷൻസ് ഒക്കെ എടുത്ത് തിരിച്ചു വരും. ഇതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമ്മുടെ സ്ട്രീറ്റ്സ് ആണെങ്കിലും ഏറ്റവും ലൈവ്ലി ആയിട്ടും കളർഫുൾ ആയിട്ടും ഇരിക്കുന്ന ഒരു സമയമാണിത്. സോ നമ്മുടെ നെയ്ബർഹുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം ടു ഡു ദാറ്റ്. ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണം കംപ്ലീറ്റ് അങ്ങോട്ട് മാറാത്തതുപോലെ വീണ്ടും ഉറക്കം വരുന്നത് പോലൊക്കെ തോന്നാറില്ലേ? ഇതിന്റെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന ഡ്രോപ്പ് കൊണ്ടും സാധാരണ കിട്ടുന്ന അത്ര സൺലൈറ്റ് കിട്ടാത്തത് കൊണ്ടും മറ്റും നമ്മുടെ ബോഡിലി ഫങ്ഷൻസിൽ ചെറിയ ഡിസ്ട്രപ്ഷൻസ് ഉണ്ടാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് കൂടുതൽ റെസ്റ്റ് ആവശ്യമാണ്. സോ ലിസൺ ടു യുവർ ബോഡി. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അത്ര റെസ്റ്റ് കൊടുക്കുക. രാത്രിയിൽ കുറച്ച് നേരത്തെ ഉറങ്ങാൻ കിടക്കുക, രാവിലെ ഒരു 10 മിനിറ്റ് വൈകി എഴുന്നേക്കുക. നമ്മുടെ സ്ലീപ്പിംഗ് ടൈമിൽ ഇത്തരത്തിലുള്ള ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്താൽ തന്നെ നമുക്ക് ഉണർന്നിരിക്കുന്ന സമയത്ത് കൂടുതൽ എനർജറ്റിക് ആയിട്ടും ആക്റ്റീവായിട്ടും ഇരിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊരു ലോങ് ലിസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ഇതെല്ലാം കൂടെ ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും ഇത് കേട്ട മാത്രമെങ്കിൽ താല്പര്യം തോന്നിയ 2-3 ഐറ്റംസ് ഉണ്ടാവില്ലേ, അത് തീർച്ചയായും ചെയ്തു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ലേറ്റർ. ബൈ.